ഹലോ ഡിയേഴ്സ്, അപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 10 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇക്വേഷൻസിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റും കളക്ഷൻ ഓഫ് ഡാറ്റയും കംപ്ലീറ്റ് ആയിട്ട് തിയറിയാണ്. നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഇക്വേഷൻ പോലും ആ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്നില്ല. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ പകുതി തിയറിയാണ്, ബാക്കി പകുതിയിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് റിലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ, അതെന്താ എഫ് ഡിവൈഡ് ബൈ എൻ. എഫ് എന്ന് പറഞ്ഞാൽ ഗിവൺ ഫ്രീക്വൻസി, ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അതായത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ ഫ്രീക്വൻസി. ഇനി നെക്സ്റ്റ് പെർസെന്റേജ് ഫ്രീക്വൻസി, എന്താണ് ഇക്വേഷൻ ഗിവൺ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻടു 100 എന്നാണ്. പെർസെന്റേജ് ഫ്രീക്വൻസിന് അപ്പൊ എങ്ങനെയും കൂടെ പറയാം നമുക്ക്. പെർസെന്റേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി ഇൻടു 100 ആണ് എന്നും കൂടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ റിലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്താ എഫ് ബൈ എൻ ആണ്. ഇനി ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്സിലേക്ക് വരുമ്പം അതും നമുക്ക് കുറെ വരയ്ക്കാനൊക്കെയാണുള്ളത് അല്ലെ. നമുക്ക് ഹിസ്റ്റോഗ്രാം, ഒജേഴ്സ്, സ്കാറ്റർ പ്ലോട്ട്, സിമ്പിൾ ബാർ ഡയഗ്രാം, ഇങ്ങനെ കുറെ വരയ്ക്കാനാണുള്ളത്. ഇവിടെ പൈ ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയാണുള്ളത്, പക്ഷെ അതിന്റെ ആംഗിൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. പൈ ഡയഗ്രത്തിൽ ഇക്വേഷൻ എന്താണ് എഫ് ബൈ എൻ ഇൻടു 360. ആൻഡ് ഇവിടെ റിലേറ്റീവിന്റെ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ് ഫ്രീക്വൻസിയുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 ആയിരിക്കും. ആൻഡ് പെർസെന്റേജ് ഫ്രീക്വൻസിയുടെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും 100 ആയിരിക്കും. ഇനി ഇവിടെ ടോട്ടൽ ആംഗിൾ, നമ്മുടെ പൈ ഡയഗ്രത്തിന്റെ കേസിൽ ടോട്ടൽ ആംഗിൾ എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. അതെന്തായിരിക്കും 360 ഡിഗ്രി ആണ്. ഇക്വേഷൻ എഫ് ബൈ എൻ ഇൻറ്റു 360 ആണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. സോ ഇത്ര ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ഒരു 4 ചാപ്റ്റേഴ്സ് വരെ നോക്കുകയാണെങ്കിൽ ഈ 3 ഇക്വേഷനേ ഉള്ളൂ. 5ാമത്തെ ചാപ്റ്റർ തൊട്ടാണ് ആക്ച്വലി നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് വരുന്നത്. 5ാമത്തെ ചാപ്റ്റർ നോക്കിയാൽ സെൻട്രൽ ടെൻഡൻസി, അത്യാവശ്യം കുറച്ചധികം ഇക്വേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അരിത്മെറ്റിക് മീൻ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. റോ ഡാറ്റ ആണെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. ചെയ്യുന്നത് എന്താണ് എല്ലാ എക്സ് വാല്യൂസിനും എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യുന്നു, സം എടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇപ്പൊ അതിൽ 8 ആൾക്കാരാണുള്ളത് അല്ലെങ്കിൽ 5 ആൾക്കാരാണുള്ളത്, അങ്ങനെ നമ്മൾ എന്താണ് അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എഫ് ആണ്. ആൻഡ് ഇവിടെ കണ്ടിന്യൂസിന്റെ കേസിൽ വ്യത്യാസം വരിക എന്തായിരിക്കും, എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മിഡ് പോയിന്റ് ഓഫ് ദി ക്ലാസ് ആയിരിക്കും. ഇക്വേഷൻ വരുന്നത് എന്താണ് സെയിം തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് കറക്റ്റഡ് മീനെ കാണാൻ വേണ്ടി ചോദിക്കും. ആദ്യം നമ്മൾ അടിച്ചൊരു നമ്പർ തെറ്റിപ്പോയി, അത് റോങ്ലി ആണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ മീൻ, ശരിയാക്കിയിട്ടുള്ള മീൻ വാല്യൂ എന്താണ്, ആ ഒരു കേസിൽ നമുക്ക് ഇയാൾ ആവശ്യമായിട്ട് വരും. ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇതാ എൻ എക്സ് ബാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുന്നത് എന്തോ ടോട്ടൽ സമ്മ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി ഈ മീനിൽ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് വെയ്റ്റഡ് അരിത്മെറ്റിക് മീനും കമ്പൈൻഡ് അരിത്മെറ്റിക് മീനും. വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ എപ്പോഴായിരിക്കും അൺഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അൺഈക്വൽ വെയ്റ്റ്സ് വരുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്യുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഡബ്ല്യു ആയിരിക്കും. പിന്നെ കമ്പൈൻഡ് മീൻ ആണെങ്കിലോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇതാണ് കമ്പൈൻഡ് മീനിന്റെ ഇക്വേഷൻ. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് മീനിലത്തെ. അതിലും ഈ ഇക്വേഷൻസ് ഒക്കെ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആഡ് ആക്കിയിട്ടുള്ളത്. സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. പിന്നെന്താണ് സമ്മേഷൻ എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ലീസ്റ്റ് ആയിരിക്കും തന്നെയായിരിക്കാം. അത് എന്റെ സ്ഥാനത്ത് എക്സ് ബാർ എന്ന് കൊടുക്കുമ്പോഴായിരിക്കും. ഇതേ സെയിം പ്രോപ്പർട്ടി നമ്മൾ എവിടെയും കൂടെ പഠിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോപ്പർട്ടീസിലും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് എല്ലാ ഒബ്സർവേഷന്റെയും മീൻ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. ഇനി ഓരോ ഒബ്സർവേഷന്റെ കൂടെയും നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതേ സംഭവം തന്നെ എവിടെയും ചെയ്യണം, നമ്മളെ മീൻ വാല്യൂവിലും ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് നിലവിലെ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 3 ആണെന്ന് വിചാരിച്ചു. ഇനി ഞാൻ എല്ലാ ഒബ്സർവേഷൻ എന്താണ് ഞാൻ 1 കൊണ്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇനി പുതിയ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെയാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ പ്ലസും മൈനസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പി എന്നുള്ള എന്തെങ്കിലും ഒരു നമ്പർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായി മാറിയിട്ടുണ്ടായിരിക്കും പി എക്സ് ബാർ. അപ്പൊ ഈ എക്സ് ബാറിനെ നമ്മൾ എന്ത് ചെയ്യണം, പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പി എന്ന് പറയുന്ന നമ്പേഴ്സ് 2, 3, 4 അങ്ങനെ എന്ത് നമ്പർ വേണമെങ്കിലും ആയിരിക്കാം.
സോ നമ്മളെ മീൻ എന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞ് മീഡിയനിലേക്ക് വരികയാണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് അതിന്റെ ഏറ്റവും നടുക്കഷ്ണം മിഡിൽ മോസ്റ്റ് വാല്യൂ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1/2th വാല്യൂ ആണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. n എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ആൻഡ് നമ്മളുടെ ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ ക്യാപിറ്റൽ n+1/2th വാല്യൂ ആണ്. അവിടെ ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മൾ ഡിസ്ക്രീറ്റിന്റെ കേസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടതായിട്ടുണ്ട്. ആൻഡ് കണ്ടിന്യൂസിന്റെ കേസിൽ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് കണ്ടിന്യൂസിൽ കുറച്ച് വലിയൊരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ മാത്രമായിട്ട് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? L+n/2 - m × c / f ആണ്. ഇനി മോഡിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ റോഡ് ആറ്റിലും ഡിസ്ക്രീറ്റിലും നമുക്ക് ഇക്വേഷൻ ഒന്നും വരുന്നില്ല. ജസ്റ്റ് എന്താണ്? ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് എന്ത്? നമ്മളെ മോഡ് വാല്യൂ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ വാല്യൂ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. കണ്ടിന്യൂസിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ വരുന്നുണ്ട്. L+f1 - f0 × c / 2f1 - f0 - f2 ഇതാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ F0 അല്ലെങ്കിൽ F0 എന്ന് പറയുന്നത് നമ്മളുടെ മോഡൽ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ള ക്ലാസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണെന്ത്? F1 എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുകളിലുള്ള ആളുടെ ഫ്രീക്വൻസി ആണെന്ത്? F0 എന്ന് പറയുന്നത്. ഈ മോഡൽ ക്ലാസ്സിന് ശേഷം ഉള്ള ആളുടെ ഫ്രീക്വൻസി ആണെന്ത്? F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C എന്താണ്? ക്ലാസ് എടുത്താണ്. L എന്താണ്? ലോവർ ലിമിറ്റ് ആണ്. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ആണ്. മീൻ മീഡിയൻ മോഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇത് വെച്ചിട്ടും ഒരുപാട് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ. ഇതാണ് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ജോമെട്രിക് മീനിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഒബ്സർവേഷൻസ് എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിനെ റേസ് ടു 1/n, അതായത് nth റൂട്ട് ഓഫ് ഇത്രയും ഒബ്സർവേഷൻസിന്റെ പ്രോഡക്റ്റ്. അതാണ് നമ്മൾ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഇനി ഹാർമോണിക് മീനിലേക്ക് വരികയാണെങ്കിലോ n / summation 1/x ആണ്. ആൻഡ് ഇവിടെ ഹാർമോണിക് മീൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഹാർമോണിക് മീൻ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് ഈ 3 ആൾക്കാരിലും വെച്ചിട്ട് ഏറ്റവും വലിയ ആൾ എന്തായിരിക്കും? അരിത്മെറ്റിക് മീൻ ആയിരിക്കും. പിന്നെ ഉള്ളത് എന്താണ്? ജോമെട്രിക് മീൻ. ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും എന്ത്? ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഇനി ഒബ്സർവേഷൻസ് എല്ലാം സെയിം ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ജോമെട്രിക് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്മെറ്റിക് മീൻ ഇൻടു ഹാർമോണിക് മീൻ ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ക്വാർട്ടൈൽസിലേക്ക് വരികയാണെങ്കിൽ ക്വാർട്ടൈൽസ് പറഞ്ഞാൽ എന്താ? ഒരു ഡാറ്റയെ ഈക്വൽ ആയിട്ട് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 3 ക്വാർട്ടൈൽസ് വേണം. ഈ Q2 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മീഡിയൻ ആണ്. സോ Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈൽ, Q3 എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് ക്വാർട്ടൈലാണ്. Q1ന്റെ ഇക്വേഷൻ എന്താണ്? n+1/4th വാല്യൂ ആണ്. Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × n+1/4th വാല്യൂ ആണ്. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസിലേക്ക് വരുമ്പോഴും ആ സ്മോൾ ലെറ്റർ n മാറി ക്യാപിറ്റൽ ലെറ്റർ n ആണ് വരുന്നത്. ക്യാപിറ്റൽ ലെറ്റർ n ആണെങ്കിൽ എന്താ? സമ്മേഷൻ ഓഫ് f, അതായത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഇവിടെ സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇനി നമ്മളുടെ കണ്ടിന്യൂസിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ n+1/4 ആണ്. ഇവിടെ 3 × n+1/4th വാല്യൂ എന്താണ്? അതിന്റെ പൊസിഷൻ ആണ് നോക്കേണ്ടത് കേട്ടോ. ഇപ്പൊ ഇവിടെ 3 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ Q3 എന്ന് പറഞ്ഞാൽ 3 അല്ല, തേർഡ് വാല്യൂ, അതായത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണോ, ആ ഒരു അറേഞ്ച് ചെയ്തതിൽ 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണോ, അതാണ് എന്ത്? എന്റെ Q3 എന്ന് പറയുന്നത്. ഇവിടെയും ക്വാർട്ടൈൽസിന്റെ കേസിൽ എന്താണ്? ഡാറ്റയെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു പോയിന്റും ഓർത്ത് വെക്കാം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡർ. ഇനി അത് വിട്ടുപോകരുത്. എന്നിട്ട് വേണം Q1, Q2, Q3 ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീഡിയൻ എന്താണോ ചെയ്യുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ഇനി കണ്ടിന്യൂസിന്റെ കേസ് ആണെങ്കിലും ഇക്വേഷൻ കൈൻഡ് ഓഫ് സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് എന്താണ്? n/2 എന്നാണ് മീഡിയന്റെ കേസിൽ. ഇവിടെ n/4ഉം 3n/4 ആണ്. ബാക്കി എല്ലാ ആൾക്കാരും സെയിം ആണ്. L1 + n/4 - m1c1/f1. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക ക്വാർട്ടൈൽ ക്ലാസ്സസ് ആയിരിക്കും.
ക്വാർട്ടൈൽ ക്ലാസ്സസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് Q1 വേണ്ടിയിട്ട് 3n/4 എവിടെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ Q3 ആണെങ്കിലോ 3n/4 എന്നുള്ള വാല്യൂ എവിടെയാണ് വരുന്നത് നോക്കാം. നമ്മുടെ മീഡിയന്റെ കേസിലാണെങ്കിൽ നമുക്ക് അറിയാം എന്താണ് n/2 എവിടെയാണോ വരുന്നത്, ആ ഒരു ക്ലാസ് ആണ് എന്ത് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ Q1 ക്ലാസ് ഉണ്ട്, Q3 ക്ലാസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ക്വാർട്ടൈൽ ക്ലാസ്സസ് എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്, 6th ചാപ്റ്റർ ഡിസ്പേർഷൻ. അതുകൊണ്ട് നമ്മൾ ഡിസ്പേർഷന്റെ മെഷേഴ്സ് ആയിട്ട് പഠിക്കുന്നത് റേഞ്ച് പഠിക്കുന്നുണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ പഠിക്കുന്നുണ്ട്, മീൻ ഡീവിയേഷൻ പഠിക്കുന്നുണ്ട്, ആൻഡ് ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുന്നുണ്ട്. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇനി അവിടെ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ കൂടെ ഒരാളും കൂടെ പഠിക്കുന്നുണ്ട്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. എന്താണ് ഇക്വേഷൻ? Q3 മൈനസ് Q1. അതിന് ഡിവൈഡ് ബൈ 2 കൂടെ ചെയ്താലാണ് ഡിസ്പേർഷന്റെ മെഷർ ആയിട്ടുള്ള ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ ആണെങ്കിൽ റോ ഡാറ്റന്റെ കേസിൽ സമ്മേഷൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x മൈനസ് a ഡിവൈഡ് ബൈ n, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് x മൈനസ് a ഡിവൈഡ് ബൈ n എന്ന് പറയാം. a എന്ന് പറയുന്നത് ഏത് ആവറേജ് വേണമെങ്കിലും ആയിരിക്കാം, മീൻ ആയിരിക്കാം, മീഡിയൻ ആയിരിക്കാം, മോഡ് ആയിരിക്കാം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ എന്തും കൂടെ വന്നു, ഒരു എഫ് എന്നുള്ള ആളും കൂടെ വന്നു. എന്താണ്? ഫ്രീക്വൻസി. f ഇൻറ്റു എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ ആയിരിക്കും. ക്യാപിറ്റൽ എൻ എവിടെ കണ്ടാലും ഉറപ്പിച്ചോളൂ, അതെന്താണ്? സമ്മേഷൻ എഫ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. റോഡാറ്റന്റെ കേസിലാണെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്. അപ്പൊ സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. റോഡാറ്റന്റെ കേസിൽ മീൻ ഇങ്ങനെയാണ് നമ്മൾ കാണാറ്. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ അറിയാം എങ്ങനെയാണ്? ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ എക്സ് വാല്യൂ എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്ക്രീറ്റിന്റെയും കണ്ടിന്യൂസിന്റെയും കേസാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ എന്നായിരിക്കും. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. ആക്ച്വലി നമ്മൾ പറയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് എന്നാണ്. സോ ഇവിടെ വേരിയൻസ് സിഗ്മ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്തോന്ന് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേരിയൻസ് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്താണ്? നമ്മളുടെ റിലേറ്റീവ് മെഷർ ആണ്. അബ്സല്യൂട്ട് മെഷേഴ്സ് ആണ് എന്ത്? റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമ്മൾ റിലേറ്റീവ് മെഷേഴ്സിലേക്ക് വരികയാണെങ്കിൽ അതാണ് നമ്മളുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. CV ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. ആൻഡ് ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ വാല്യൂ ആണ്. ഇനി നെക്സ്റ്റ് ഏത് കേസിലത് കാണാം? കൺസിസ്റ്റൻസി, സ്റ്റെബിലിറ്റി എന്നൊക്കെ ചോദിച്ചാലാണ് ഇത് നമ്മൾ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. ഏറ്റവും അധികം കൺസിസ്റ്റന്റ് ആയിരിക്കുന്നത് ആരാണ്? ഏറ്റവും അധികം സ്റ്റേബിൾ ആയിട്ടുള്ള സെറ്റ് A ആണോ ബി ആണോ എന്നൊക്കെ ചോദിക്കുന്ന കേസിലാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്നുണ്ടായിരിക്കാം. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോവേരിയൻസ്. ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ എൻ, അഥവാ സമ്മേഷൻ എക്സ് വൈ ബൈ എൻ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് കോവേരിയൻസ് യൂസ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മളുടെ ഈ എക്സ് വൈ രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഇവർ തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് റിലേഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാനാണ് എന്ത് നമ്മൾ കോവേരിയൻസ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഇക്വേഷൻ ആയിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, ഒരു പ്രോപ്പർട്ടി. എന്താണ്? പോസിറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ മീൻ ആയിരിക്കും ഏറ്റവും വലുത്, ഏറ്റവും ചെറിയ വാല്യൂ മോഡ് ആയിരിക്കും. മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ, മോഡ് ആയിരിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിലോ അവിടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? മോഡ് ആയിരിക്കും. ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും എന്ത്? മീൻ എന്ന് പറയുന്നത്. ഇനി സിമെട്രി ആണെങ്കിൽ 3 ആൾക്കാർ എന്താണ്? ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ ഇക്വേഷൻസിലേക്ക് വരികയാണെങ്കിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഇക്വേഷൻ എന്താണ്? SK is equal to mean minus mode divided by standard deviation ആണ്. SK greater than 0 ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. SK less than 0 ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. SK equal to 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. സിമെട്രിക് ആയിരിക്കും. ഇനി SB നമ്മുടെ ബോളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഇക്വേഷൻ എന്ന് പറയുന്നത് Q3 പ്ലസ് Q1 മൈനസ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഇവിടെ നമ്മൾ SBന്റെ ഒരു റേഞ്ച്, ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബോളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ റേഞ്ച് എന്ന് പറയാൻ എത്രയാണ്? -1ന്റെയും +1ന്റെയും ഇടയിലായിരിക്കും SBന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ SB
ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. എസ് ബി ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. എസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കും? അത് സിമെട്രിക് ആയിരിക്കും. അതെന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഇനി നമ്മളുടെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. അങ്ങനെ മൊമെന്റ്സ് വെച്ചിട്ടാണ് μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. ഇതാണ് ഇത് β1ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി β1 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? സിമെട്രിക് ആണ്. പക്ഷെ β1 ലെസ് ദാൻ 0, β1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? കാൾ പിയേഴ്സന്റെ പുതിയൊരു മെഷറുണ്ട് γ1. സോ അവിടെ നമുക്ക് √β1 ആണ് ആക്ച്വലി γ1 എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് μ3 ആണ്. μ3ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. μ3 ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. μ3 ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. അതെന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. സോ ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഇത് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് മൊമെന്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് കാണാണ്. ഇക്വേഷൻ എന്താണ്? β2 is equal to μ4 divided by μ2 സ്ക്വയർ ആണ്. അവിടെയും നമുക്ക് γ2 ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. β2 -3 ആണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ലെപ്റ്റോകാർട്ടിക്, മീസോകാർട്ടിക്, പ്ലാറ്റിക്കാർട്ടിക് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. β2 ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ എന്താണ്? ലെപ്റ്റോകാർട്ടിക് ആയിരിക്കും. ലെപ്റ്റോകാർട്ടിക് ആയിരിക്കും. β2 ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താണ്? മീസോകാർട്ടിക് ആയിരിക്കും. β2 ലെസ് ദാൻ 3 ആണെങ്കിൽ എന്തായിരിക്കും? അത് പ്ലാറ്റിക്കാർട്ടിക് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. സോ നമ്മളെ സ്ക്യൂനെസ് എന്നുള്ള ചാപ്റ്റർ തീർന്നു. പ്രൊബബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഈ ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളെ പ്രൊബബിലിറ്റീന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ആക്കാം. ഇതാണ് നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഇംപോസിബിൾ ഇവന്റ്, ഒരിക്കലും നടക്കില്ല എന്നാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി 1 ആണെങ്കിലോ എന്തായാലും നടക്കും, ഷുവർ ഇവന്റ്, ഉറപ്പായിട്ടും നടക്കും എന്നൊരു കാര്യത്തിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് 1 ആയിരിക്കും. ആൻഡ് പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഒരിക്കലും പ്രോബിലിറ്റിക്ക് എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എ എന്നുള്ളൊരു ഇവന്റ് ആണെങ്കിൽ ആ എ എത്ര വട്ടം നടക്കുന്നു ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ട്. ഈ ഒരു ഫോർമാറ്റിലാണ് പ്രോബിലിറ്റി നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. ഇനി പെർമ്യൂട്ടേഷൻ ഇക്വേഷൻ NPR, പി എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ഇനി NCR നമ്മൾ കോമ്പിനേഷൻ n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ നിന്ന് n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ഈ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മൾ എന്നിൽ നിന്ന് ഓരോ നമ്പർ വെച്ച് നമ്മൾ എന്താ കുറച്ച് വരെയാണ് ചെയ്യുന്നത്. ആൻഡ് എവിടെ വരെ? 1 വരെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 4 × 3 × 2 × 1, ഇതാണ് ഒരു ഫാക്ടോറിയൽ. ആ നമ്പറിൽ നിന്ന് തുടങ്ങി ഓരോ നമ്പർ വെച്ച് കുറച്ച് 1 വരെ എത്തുന്ന രീതിയിലും. സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? 24 എന്നായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ആണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. ഇനി നമ്മൾ എ കോംപ്ലിമെന്റിന്റെ കേസിൽ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതിൽ നിന്ന് ഡെറൈവ് ചെയ്തിരിക്കുന്നതാണ് ബാക്കി 2 ആൾക്കാർ. സോ പ്രോബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാൻ എന്താക്കിയാൽ മതി? ഈ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇപ്പുറത്തേക്ക് പോയാൽ മതി. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനോ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആണ്. അത്രയേ ഉള്ളൂ സംഭവം. ഇനി അഡീഷൻ റൂൾസ് ഫോർ പ്രോബിലിറ്റി, ഇത് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അതായത് അഡീഷൻ റൂള് എന്താണ് എന്ന് പറയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഏത് കേസിൽ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കേസിൽ. അതായത് എ ബി 2 ഇവന്റ്സ് ആണെന്ന് വിചാരിച്ചു, ഇവർ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, 2 ആൾ എന്താണ് വ്യത്യാസപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇനി പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതായത് എയും ബിയും തമ്മിൽ എന്തൊക്കെയോ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. യൂഷ്വലി എക്സാമിന് ചോദിക്കാറുള്ളത് ഈ ഒരു ഇക്വേഷൻ ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒന്നെങ്കിൽ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മൈനസ് ടേമും കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ നിന്ന് കുറച്ചൊരു കുറവ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എനെക്കാട്ടും കുറവായിരിക്കും, അത് ബിനെക്കാട്ടും എന്താണ് കുറവായിരിക്കും.
ഇനി നെക്സ്റ്റ് ഈ കുറച്ച് ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം എക്സാമിന് ഈ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. കാരണം ഇതെല്ലാം നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്, എയിലുള്ള ആൾക്കാർ മാത്രം, എയിലുള്ള ആൾക്കാർ എന്താണ് ബിയിൽ ഉണ്ടാവരുത്. ചിലപ്പോൾ എന്താ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആൾക്കാർ വേണ്ട, എയിൽ മാത്രമായിട്ടുള്ള ആൾക്കാരെ കിട്ടണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഇക്വേഷൻ? പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആൻഡ് ബി. അപ്പൊ എന്താണ് ബിയിൽ മാത്രമായിട്ടുള്ള ആൾക്കാർ, അപ്പൊ എയിലില്ലാത്തതും എന്നാൽ ബിയിൽ മാത്രമായിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ. അപ്പൊ എന്താ പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി. അപ്പൊ മൊത്തം ബിയിൽ നിന്ന് കോമൺ ഫാക്ടേഴ്സിനെ കളഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കിട്ടും. ആൻഡ് പ്രോബിലിറ്റി ഓഫ് നൺ എന്ന് വെച്ചാൽ എന്താ, എയിലും ഇല്ല ബിയിലും ഇല്ല. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്, ഇങ്ങനെ രണ്ട് രീതിയിലും അത് ചോദിക്കാൻ വേണ്ടി പറ്റും. അതെന്താണ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി. 1 എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ പ്രോബിലിറ്റി ആണ്. ഇനി എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താ, അവർ എയിലുണ്ട് അല്ലെങ്കിൽ ബിയിലുണ്ട്. അപ്പൊ എയിലോ ബിയിലോ ഉള്ള ആൾക്കാരെ എന്താണ് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ കണ്ടീഷണൽ പ്രോബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാലോ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. ഗിവൺ കണ്ടീഷൻ ബി നടന്നു കഴിഞ്ഞു, ഇനി എ കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഇവിടെ ആണെങ്കിലോ എ എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു, ഇനി ബി കിട്ടാനുള്ള ചാൻസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറം നോക്കുകയാണെങ്കിൽ രണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ, അഥവാ പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇത് സംഭവം ഒന്നുമില്ല, ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി കിട്ടും. അത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ ഇയാളെയാണ് എക്സാമിന് ചോദിക്കാറ്. പൊതുവെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് അതാ ഇയാളെയാണ്. അതായത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. സോ ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി ടോട്ടൽ പ്രോബിലിറ്റി തിയറം, അതായത് ഇപ്പം ഒരു കോഫി മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു ഡിഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാപ്പി, 3 കോഫി മെഷീൻ ഉണ്ട്, 3-ൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഫി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കസ്റ്റമറിന് ഒരു കേടായിട്ടുള്ള കോഫി കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഒരു ഡിഫക്റ്റീവ് കോഫി കിട്ടാനുള്ള ചാൻസ് എന്താണ്? സോ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ടോട്ടൽ പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ 2 ബാഗ് ഉണ്ട്, അതിൽ ടോട്ടലായിട്ട് ഒരു ഗ്രീൻ ബോൾ കിട്ടാനുള്ള ചാൻസ് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി തിയറാണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. A1 A2 എന്ന് പറഞ്ഞാൽ രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. A1 A2 തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകാൻ വേണ്ടി പാടരുത്. അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഇവന്റ് ആണ്. 2 ബാഗുകളാണെങ്കിൽ 2 ബാഗിലും എന്തോ ഒരു ഗ്രീൻ ബോൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഇവർ നമ്മൾ പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടാവരുത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി തിയറം നമ്മൾ യൂസ് ചെയ്യും. എക്സാമിന് വളരെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരാളാണ് ബേസ് തിയറം. അവിടെ എന്ന് വെച്ചാൽ ഇൻവേഴ്സ് പ്രോബിലിറ്റി ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗ്രീൻ ബോൾ ആണ്, അത് ആദ്യത്തേതിൽ നിന്നാകാനുള്ള ചാൻസ് എന്താണ്? ടോട്ടൽ പ്രോബിലിറ്റിയിൽ എന്താ ചോദിക്കുന്നത്? 2 ബാഗുകളുണ്ട്, 2-ലും ഗ്രീൻ ബോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ടോട്ടൽ ഒന്നെങ്കിൽ അത് ഫസ്റ്റ് ബാഗിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ സെക്കൻഡ് ബാഗിൽ നിന്ന് കിട്ടാം. ഇനി ബേസ് തിയറത്തിലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, എൻ്റെ കയ്യിലൊരു ഗ്രീൻ ബോൾ ഉണ്ട്, അത് ആദ്യത്തേതിൽ നിന്നാകാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈവിൽ ജോയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് സാമ്പിളിംഗ് ടെക്നിക്സ് നോക്കുകയാണെങ്കിൽ SRS-WR SRS-WR എന്ന് വെച്ചാൽ എന്താ? OR വരികയാണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് കേട്ടോ. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. ഇതെന്താണ്? വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റൽ NCN ആണ്. N എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോപ്പുലേഷന്റെ സൈസ് ആണ്. N എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന്റെ സൈസ് ആണ്. സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിളിന്റെ സൈസ് ആണ്. എന്താണ്? സാമ്പിളിന്റെ സൈസ് ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എക്സാമിന് സാമ്പിൾസ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി SRS-WR ആണെങ്കിൽ എന്താണ്? വിത്ത് റീപ്ലേസ്മെന്റ്. വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ N⁻n ആണ് വരുന്നത്. ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിലാണ് പിന്നെ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്ന ബാക്കിയൊക്കെ തിയറി തന്നെയാണ്. നമ്മളൊരു ഇന്റർവൽ ഡിറ്റർമൈൻ ചെയ്യുന്നതിന്റെ ഇക്വേഷൻ K = N/N ആണ്. N എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസ് ആണ്. സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സൈസ് ആണ്. സോ ഇത്രയും ഇക്വേഷൻസ് ആണ് ഈ ഒരു 10 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ എല്ലാവരും ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക,
ഒന്നും കൂടെ ഒന്ന് അത് നോക്കുക, ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ വരും, അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് നമുക്ക് ചെയ്യാനും വേണ്ടി പറ്റും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.